ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗാണ്. അതായത് നമ്മളെ ഇവിടുത്തെ ഒരു ദ്വീപിലെ ഒരു മാരേജ് ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോകാനുള്ള തയ്യാറെടുപ്പുകളാണ്. അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ടൊക്കെ നിന്നപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് റെഡി ആയിട്ട് വന്നു. പിന്നെ ഞങ്ങൾ നടന്നു പോവുകയാണ്. നമ്മുടെ പ്രധാന വാഹനമായ സൈക്കിൾ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ പതിയെ നടക്കുവാണ്. അധികം ദൂരമൊന്നുമില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ സ്കൂളിലെത്തും. ഒരു ഗിഫ്റ്റൊക്കെ ഞങ്ങൾ മേടിച്ച് പാക്ക് ചെയ്തിട്ടൊക്കെ പിടിച്ചിട്ടുണ്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ സ്കൂളിലെത്തി കേട്ടോ. സ്കൂളിൻ്റെ അകത്തേക്ക് കയറി മെയിൻ എൻട്രൻസിൽ തന്നെ കല്യാണം കഴിച്ചവരുടെ പേരും അതൊക്കെ വെച്ചിട്ടുണ്ട്. നല്ലപോലെ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് അതെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ടായി അതൊക്കെ കാണാൻ. പിന്നെ ഞങ്ങൾ അകത്തേക്ക് കയറി വധൂവരന്മാർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ വധൂവരന്മാർക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഗിഫ്റ്റൊക്കെ കൊടുത്തതിന് ശേഷം അവിടെ കുറച്ച് നല്ല രീതിയിലൊക്കെയാണ് കേക്കുകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ 2 പേരുടെ മാരേജ് ഫംഗ്ഷനായിട്ടാണ് നടത്തിയത്. അപ്പോൾ 2 പേർക്കും സെപ്പറേറ്റ് കേക്കുകളും ചെറിയ കപ്പ് കേക്കുകളും അങ്ങനെ കുറേ കാര്യങ്ങൾ ഡെക്കറേറ്റീവായിട്ട് അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റേജ് ആണെങ്കിൽ നല്ല ഭംഗിയായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. ആ സമയത്തിനുള്ളിൽ തന്നെ കുറേയധികം ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. പിന്നെ നമ്മുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫുഡാണല്ലോ. അപ്പം നമുക്ക് ഇന്നത്തെ ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടായി, അതിന് കഴിക്കാനായിട്ട് സോസേജ് മസാല, പിന്നെ ചിക്കനും വെജിറ്റബിളും എല്ലാം കൂടെ ഇട്ടിട്ടുള്ളൊരു സോസൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു കറി. നല്ല ടേസ്റ്റാണത്. പിന്നെ പിന്നെ ഫിഷ് നൂഡിൽസ്, പിന്നെ പാസ്ത. ഇതെല്ലാം ഈ പാസ്തയും നൂഡിൽസിലും ഫിഷ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്വീറ്റ്സാണ് ഇതെല്ലാവേ. അപ്പോൾ അതെല്ലാം ഒന്നെങ്കിൽ റവ വെച്ചിട്ടുണ്ടാക്കിയ കാര്യങ്ങളാണ്, പക്ഷേ നട്ട്സൊക്കെ ചേർത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടാണ്. അധികം മധുരമൊന്നുമില്ല, മീഡിയം മധുരമാണ്. പിന്നെ നമ്മൾ ഫുഡൊക്കെ എടുത്തിട്ട് വന്നിട്ട് കഴിക്കാനായിട്ട് തുടങ്ങി. നല്ല ടേസ്റ്റി ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഇവിടെ പുതിയതായിട്ട് വന്ന സ്റ്റാഫൊക്കെ ഉണ്ടായി. അവരൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഐലൻഡിലൊരു മാരേജ് ഫംഗ്ഷനൊക്കെ കൂടുന്നത്. അപ്പോൾ അവർക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്യാണം അല്ല എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പം ഒന്നെങ്കിൽ അവർ കൗൺസിൽ വഴി നമ്മളെ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടാണ് അറിയിക്കുന്നത്. അപ്പം അനൗൺസ്മെൻറ്റ് ചെയ്യുമ്പോഴേക്കും ദ്വീപിലുള്ള എല്ലാ ആൾക്കാരും ആ ഫംഗ്ഷന് പോയിട്ട് പങ്കെടുക്കും. പിന്നെ നമ്മുടെ നാട്ടിൽ ഒക്കെ കൊടുക്കുന്നത് പോലെ ഗിഫ്റ്റുകൾ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ കൊടുക്കുന്ന പോലെ പൈസയും ഇവർ കൊടുക്കും കേട്ടോ. കവറിലൊക്കെ ആക്കിയിട്ട് പൈസയും ഇവർ കൊടുക്കും. ഗിഫ്റ്റ് വേണമെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പുറത്തൊക്കെ വന്നിരുന്ന് അങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് പറയാനായിട്ട് ഇവിടെ അധികം വണ്ടികളൊന്നുമില്ല. നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താവുന്ന വണ്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കാരണം നമുക്ക് പൊല്യൂഷൻ വളരെയധികം കുറവാണ്. പിന്നെ വീടുകളിലും വന്ന് വിളിക്കും. മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്ന് നമ്മളോട് പറയും. അപ്പം നമ്മൾ പോയിട്ട് അവരുടെ പാർട്ടിയിൽ ജോയിൻ ചെയ്യും. അവർക്കതൊക്കെ വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ എല്ലാ ഐലൻഡുകളിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതികളിലാണ് ഓരോ കാര്യങ്ങൾ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.